ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ്സ് മിസ്റ്ററീസ് ആൻഡ് ലിറ്റിൽ ചേമ്പേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സയൻറ്റിസ്റ്റിൻ്റെ പേരല്ലേ. സയൻറ്റിസ്റ്റിൻ്റെ നമ്മൾ കുറച്ച് പേരുകളുണ്ട്, അവർ കണ്ടുപിടിച്ച് അവരുടെ വലിയ വലിയ ഡിസ്കവറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ആ ഒരു മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അത് നമുക്ക് കുറേ 4-5 പേരുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്, ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്, ഇതെങ്ങനെ പഠിക്കും, എങ്ങനെയാണ് ഇതൊന്ന് ഓർത്ത് വെക്കുക എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർത്ത് തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്കായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാം, ഇതിൻ്റെ അവസാനമാണ് മിസ് ആ ട്രിക്ക് പറയാൻ പോകുന്നത്. യെസ്, അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒന്ന് റോബർട്ട് ഹുക്ക്, അദ്ദേഹമാണ് എന്താ നമ്മുടെ സെല്ല് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, കോശത്തിനെ കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു. ഇനി രണ്ടാമത്തെ ആളാണ് ആര്? റോബർട്ട് ബ്രൗൺ അല്ലേ. അദ്ദേഹം എന്താണ്, ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് സെല്ലിന്റെ സെന്റർ അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്ത് അദ്ദേഹം അതിനെ വിളിച്ചു. സെല്ലിന്റെ സെന്റർ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അടുത്തായിരുന്നു നമ്മുടെ മാത്യാസ് ജേക്കബ് ഷ്ലീഡൻ അഥവാ MJ ഷ്ലീഡൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? എല്ലാ പ്ലാന്റിന്റെ ബോഡി അല്ലെ, പ്ലാന്റിന്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സസ്യ ശരീരം എന്ന് പറയുന്നത് കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ആര് പറഞ്ഞു? MJ ഷ്ലീഡൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഷ്വാൻ വെറുതെ ഇരിക്കുമോ? തിയഡോർ ഷ്വാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജന്തു ശരീരം അഥവാ ആനിമൽ ബോഡി എന്ന് പറയുന്നതും ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജന്തു ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ആര് പറഞ്ഞു? തിയഡോർ ഷ്വാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റുഡോൾഫ് വിർഷോ അദ്ദേഹം ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലുകളെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താണ്? വിഭജിക്കുന്ന കോശങ്ങളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് എന്താണ് മനസ്സിലായത്? എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്? പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത്. നിലവിലുള്ള കോശത്തിൽ നിന്നുമാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഈ 5 പേരും ഇങ്ങനെ 5 കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, ഇത് എങ്ങനെ ഓർത്ത് വെക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ ചെറിയൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ കഥ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് എന്താ വെറുതെ ഇങ്ങനെ കഥയൊക്കെ പറയുന്നത്. പക്ഷേ ഈ കഥയിൽ നമ്മുടെ ഈ കൺഫ്യൂഷൻ മാറ്റാനുള്ള കുറേ രഹസ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് ആ നിഗൂഢതകളൊക്കെ എന്ത് ചെയ്യാം, പുറത്ത് കൊണ്ടുവരാം. എന്താണ്? രാത്രിയിൽ സിനിമയ്ക്ക് പോകാനായി സെല്ലെടുത്ത് ടോർച്ചിലിട്ട് റോബർട്ട് ചുമരിൽ ഹുക്ക് ചെയ്തു. അതിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂ ബ്രൗൺ കളർ കണ്ടു. പോകുന്നതിനിടയിൽ ടോർച്ച് നിലത്ത് വീണ് സെല്ല് തെറിച്ചുപോയി. ഫ്രണ്ട് ഷ്ലീഡൻ പ്ലാന്റ്സിനിടയിൽ നിന്നും സെല്ല് കണ്ടെടുത്തു. കൂടെ ഉണ്ടായിരുന്ന ഷ്വാൻ പെട്ടെന്ന് ഒരു ആനിമലിനെ കണ്ട് സെല്ലെടുത്ത് എറിഞ്ഞു. ആ സെല്ലിൽ നിന്നും പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് കണ്ട് റുഡോൾഫ് വിറച്ചു. നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കഥയിലുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കും അല്ലേ. അപ്പോൾ എന്താണ്, സിനിമയ്ക്ക് പോകാനായിട്ട് 2-3 പേര് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. രാത്രിയിൽ സിനിമയ്ക്ക് പോകാനായി സെല്ലെടുത്ത് ടോർച്ചിലിട്ട് റോബർട്ട് എന്ത് ചെയ്തു? ചുമരിൽ ഹുക്ക് ചെയ്തു. അപ്പോൾ ആലോചിക്കുക, റോബർട്ട് ഹുക്ക് ആണ് എന്ത് സെൽ എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തത് എന്ന് ആലോചിക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂ ബ്രൗൺ കളർ, അതായത് അതിൻ്റെ സെൻറ്റർ ഓഫ് ദ സെൽ അല്ലേ, സെല്ലിൻ്റെ സെൻറ്ററിൽ എന്താണ്? ഒരു ന്യൂ ബ്രൗൺ കളർ. അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്, കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് എന്ന് ആലോചിക്കുക. പോകുന്നതിനിടയിൽ ടോർച്ച് നിലത്ത് വീണ് തെറിച്ചുപോയി. അതായിക്കോട്ടെ, നമുക്ക് തൽക്കാലം ആ ഒരു സെൻറ്റൻസ് അവിടെ ഇരിക്കട്ടെ. ഫ്രണ്ട് ഷ്ലീഡൻ എന്ത് ചെയ്തു? പ്ലാന്റ്സിൻ്റെ ഇടയിൽ നിന്നും സെല്ല് കണ്ടെടുത്തു. പ്ലാന്റ്സ്. അപ്പോൾ ഷ്ലീഡൻ ആണ് എന്ത് പറഞ്ഞത്? പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഷ്ലീഡൻ ആയിരുന്നു. അപ്പോൾ കൂടെ ആരാ ഉണ്ടായിരുന്നത്? ഷ്വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷ്വാൻ പെട്ടെന്ന് ഒരു ആനിമലിനെ കണ്ടു. അപ്പോൾ ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് ആര് പറഞ്ഞു? ഷ്വാൻ പറഞ്ഞു. അപ്പോൾ ആനിമലിനെ കണ്ടപ്പോഴാണ് സെല്ലെടുത്ത് എറിഞ്ഞത്. അങ്ങനെ ഒരു സെല്ലെടുത്ത് എറിഞ്ഞപ്പോഴാണ് അതിൽ നിന്നും പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് കണ്ടതല്ലേ. ആ സെല്ലിൽ നിന്നും പുതിയ സെൽസ് ഉണ്ടാവുന്നത് കണ്ട് റുഡോൾഫ് വിറച്ചു. അപ്പോൾ റുഡോൾഫ് വിർഷോ ആണ് എന്ത് പറഞ്ഞത്? ഉള്ളൽ സെല്ലിൽ നിന്നുമാണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് എന്ന് റുഡോൾഫ് വിർഷോ പറഞ്ഞു. അപ്പോൾ 5 പേരും പറഞ്ഞ കാര്യം നമുക്ക് ഈ ചെറിയൊരു കഥയിലൂടെ മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു കഥ, ഒരു സിനിമയ്ക്ക് പോകുന്ന കഥയാണ്, ഓർത്ത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. യെസ്, അപ്പോൾ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 5 സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള കോഡുകൾ, ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കോഡ്സ് നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ചെറിയ കുറേ ട്രിക്സും ടിപ്സുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.